അഭിലാഷേട്ടാ എന്തു പറ്റി? അത് അജേഷിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ബാവക്കേതോ മരിച്ച വീട്ടില. എനിക്ക് അത്യാവശ്യമായിട്ടൊരു കാര്യം ഡിസ്കസ് ചെയ്യണമായിരുന്നു. ഓ അതിനെന്താ, നിങ്ങൾ ഓക്കെ അല്ലേ? എൻ്റെ അഭിലാഷേട്ടാ, നിങ്ങൾ എന്തൊക്കെയാ കാട്ടിക്കൂട്ടിയത്? നിങ്ങളുടെ അടുത്ത് നിന്ന് ഇങ്ങനെയൊന്നും അല്ലാട്ടോ ഞാൻ പ്രതീക്ഷിച്ചത്. അത് പറ്റിപ്പോയി സൂറ. അതൊന്നും കുഴപ്പമില്ല എൻ്റെ അഭിലാഷേട്ടാ. ചെറിയ കള്ളത്തരെല്ലാം പെണ്ണുങ്ങൾക്ക് ഇഷ്ടമാണ് അല്ലടേ? ആ ഇജ്ജാതി മണ്ടത്തരം കേട്ടിട്ടാണ് നിങ്ങളിപ്പോൾ ഇവിടെ ഇരിക്കണത്, മനസ്സിലായോ? എന്തൊക്കെ പറഞ്ഞാലും കള്ളം പറഞ്ഞ് നേടുന്ന ഇഷ്ടമല്ല അഭിലാഷേട്ടാ ഇത്. നിങ്ങൾക്കത് ചേരൂല. അങ്ങനെ വരുമ്പോ നിങ്ങളോളെ മുന്നിൽ ചെറുതാവണ പോലെ തോന്നുന്നു. നിങ്ങളെ ഇഷ്ടത്തിന് അതിനേക്കാൾക്ക് ഒരുപാട് വലിപ്പുണ്ടെന്നേ. ഞാൻ അവളോടെല്ലാം തുറന്നു പറഞ്ഞിട്ട് സോറി പറഞ്ഞാലോ? ആ അതാണ് കറക്റ്റ്. ഇഷ്ടം പറയുന്നതിനേക്കാൾ ഇപ്പൊ പറയേണ്ടത് സോറി തന്നെയാ. കാരണം വേറെ ആരുടെ അടുത്തുനിന്നുണ്ടായാലും നിങ്ങളുടെ അടുത്തുനിന്നൊരു വിഷമം ഓൾക്ക് ഉണ്ടാവാൻ പാടില്ല. ഓള് നിങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്. അഭിലാഷേട്ടാ, ഓളാ പറഞ്ഞതിലും കാര്യമുണ്ട്. നിങ്ങളത് ഇവിടെ വെച്ച് നിർത്തണതാണ് നല്ലത്. ഓക്കിപ്പോഴും അമീറിന്റെ മണാവാവുക. അതൊന്നും മനസ്സിലാക്കാത്ത ഞാനങ്ങോട്ട് ഇല്ലാണ്ടായി പോവുക. അല്ല, അങ്ങനെ ഇല്ലാണ്ടാക്കാൻ ഒരുത്തിന് ഈ അജശലപ്പാട് സമ്മതിക്കില്ല. വേണ്ടി വന്ന അവളെ കോടതി വരാൻ കേട്ടു. ഇതാ അടുത്തത്. എന്റെ അജേഷ് ഇജു നടങ്ങ്, വെറുതെ അവനെ മൂപ്പിക്കല്ലേ. ഞാൻ മൂപ്പിക്കും, ഇനിയും മൂപ്പിക്കും. കാരണം ഇവന്റെ ചെങ്ങായിയ. ബാവക്കാക്കറിയോ ഇവൻ എഴുതി കൊടുത്ത പ്രേമലേഖനം കൊണ്ട് എത്ര ആൾക്കാർ പ്രേമ സെറ്റായിടുന്ന്? അങ്ങനത്തെ പ്രേമം പൊളിഞ്ഞ എനിക്ക് പൊള്ളും. സൂറ പറഞ്ഞോളാ ശരി. ഞാൻ ചെറുതായിപ്പോയി, ഒരുപാട് ചെറുതായിപ്പോയി. ഓളോട് ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. അമീറിനോടും ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. മതിയാക്കാം, ഇതോടെ എല്ലാം നിർത്താം. നാളെ ഞാൻ അവളോട് എല്ലാം തുറന്നു പറയാൻ പോവാ. വരുന്നടാ, എടാ തുറക്കാം. എടാ നീ ഒന്ന് വന്നേ. എടാ ഇങ്ങോട്ട് വാ. ഇവിടെ ഇരിക്കേ. എന്താടാ? എടാ ഞാൻ പറയാൻ പോണ കാര്യം കേട്ട് വേണമെങ്കിൽ ഇന്നെ ചീത്ത പറഞ്ഞു, അല്ലെങ്കിൽ വേണ്ടെങ്കിൽ ഇന്നെ തല്ലിക്കോ. പക്ഷെ ദേഷ്യം പിടിക്കരുത്, ടെൻഷനും ആവരുത്. എടാ ജേഷ്, നീ കാര്യം പറ. എടാ ചെറിയൊരു അബദ്ധം പറ്റിയടാ. ഇനി ഗ്ലോബൽ ന്യൂസിലേക്ക്. ഇന്ന് ഫ്രണ്ട്ഷിപ്പ് ഡേ. കോട്ടക്കിൽ നിന്നും കരളുറപ്പുള്ള ഒരു സൗഹൃദ വാർത്ത. ബാല്യകാല സുഹൃത്തായ അനീഷിന് സ്വന്തം കരൾ പകുത്തു നൽകി മാതൃകയാവുകയാണ് കോട്ടക്കൽ സ്വദേശിയായ ഷാഫി എന്ന യുവാവ്. ആത്മബന്ധങ്ങളുടെ ആയുസ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഫ്രണ്ട്ഷിപ്പ് എന്നത് വെറും റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് അല്ല എന്ന് ചങ്കു പറിച്ചു കൊടുത്തും കൂടെ നിൽക്കുമെന്ന് ഈ ലോകത്തോട് വിളിച്ചു പറയുകയാണ് ഷാഫി. ഷാഫി തന്റെ സുഹൃത്തിന് കരൾ പങ്കിടാൻ ഒരുങ്ങുകയാണ്. അഭിലാഷ് കുമാർ വേഡ്സ് ഷെറിൻ മൂസ, അതാണട ഈ അജേഷ് കണ്ട സ്വപ്നം. അതിന് സമയല്ലേ വേണ്ടത്, അത് ഞാൻ ഉണ്ടാക്കി തരടാ. എടാ വേണ്ടി വന്ന അവളെ അടിയാതനെ പറഞ്ഞ് നമ്മൾ എടുപ്പിക്കടാ. അവള് വേറൊരു മണ്ടിയാടാ, അല്ലെങ്കിൽ വേറെ ആരോടെങ്കിലും ചോദിക്കൂലേ? എടാ 10ാം ക്ലാസ് മുതൽ വേറെ ഒരുത്തിനെ ഇഷ്ടാന്ന് കേട്ടോ കൂടെ നീ. അവരെ രണ്ടുപേരെയും മുംബൈയിലേക്ക് അയച്ചു നീ. അവളെ ഓരോ പോസ്റ്റിനും ആദ്യം ലൈക്ക് അടിച്ചത്
ഒന്നും പ്രതീക്ഷിക്കാതെ വീണ്ടും വീണ്ടും സ്നേഹിച്ചത് നീ. എടാ നിന്നെപ്പോലൊരു കാമുകൻ വേറെ എവിടെ ഉണ്ടടാ? എടാ നിന്റെ പ്രണയം വേറെ ലെവലാടാ. അതൊരിക്കലും ഓള് മനസ്സിലാക്കൂടാ. അതിന് ഈ അജയശാലപ്പാട്ട് കൂടെ ഉണ്ടാവൂടാ. ഈ ധൈര്യമായിട്ടിരിക്കടാ. ഐ ലവ് യുടാ. ഓക്കെ. എന്നിട്ട് എനിക്ക് മെസ്സേജ് ഒന്നും വന്നില്ലല്ലോ. എടാ ഞാനതിട്ട് നമ്മളെ സ്കൂൾ ഗ്രൂപ്പിലായി പോയി. സ്കൂൾ ഗ്രൂപ്പിലോ? എടാ ഡിലീറ്റ് ചെയ്യ്. എടാ രാവിലെ ചറപറ കോൾ വരുമ്പോൾ ഞാൻ തന്നെ അറിയുന്നത്. ആ ടെൻഷനിൽ ഡിലീറ്റ് ചെയ്തപ്പോ ഓൺലി ഫോർ മീ ആയിപ്പോയി. എടാ എന്നാ അഡ്മിനെ വിളിക്ക്. എടാ വിളിച്ചിട്ട് കിട്ടുന്നില്ലടാ. എടാ അഭിലാഷൻ അത് കയ്യിന്ന് പോയി. എടാ സമാധാനപ്പെടും. എടാ നമുക്ക് അവളെ നേരിട്ട് പോയി കാണാം. എന്നിട്ട് ഞാൻ കാല് പിടിച്ച് മാപ്പ് പറയാം. ഈ ഒന്ന് കൂടെ വന്നാ മതി. എല്ലാം ആയിട്ടോടാ. വാ ബേ. എടാ ഷെറിനെ കാണുമ്പോ ഞാൻ എന്ത് പറയുന്നു? എടാ അവള് പലതും പറഞ്ഞ് ടെൻഷൻ അടിക്കടാ. എടാ ടെൻഷൻ ഗ്യാപ്പ് കിട്ടിയത് ബാക്കിയാ ഡീൽ ചെയ്തോളാം. എടാ എന്ത് ഗ്യാപ്പ്? നീ ആ ഗ്യാപ്പിൽ കൂടെ എന്താ ചെയ്യാൻ പോണേ? എടാ ഞാൻ സെന്റിമെന്റ്സ് ആക്കും. ഈ നോക്കി നിന്നാ മതി. സെന്റിമെന്റ്സിൽ വികാത്ത ഏത് പെണ്ണാടല്ലേ ഈ കൊണ്ട് വാ. ഓളുടെ അടുത്ത് അതൊന്നും നടക്കൂല. ഇനി എന്താ? ഞാൻ മുംബൈക്ക് തിരിച്ചു പോവാം. അത് പറയാൻ വന്നതാ. നീയായിരുന്നു എനിക്കിവിടെ ആകെയുള്ളൊരാശ്വാസം. ഇനി അതില്ലല്ലോ.